സലാസുൻ മുൻജിയാത്തുൻ, 3 കാര്യങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തും. വസലാസുൻ മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കും. തങ്ങളത് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഈ 3 കാര്യം നിങ്ങൾ ജീവിതത്തിൽ എടുത്താൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഈ 3 കാര്യം തങ്ങൾ നശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ എടുത്താൽ അതുകൊണ്ട് ജീവിതം നശിക്കുകയും ചെയ്യും. എന്താണത്? ഫഅമ്മൽ മുൻജിയാതു, ഏതാണ് രക്ഷപ്പെടുത്തുന്ന 3 എണ്ണം? അൽ അദ്ലു ഫൽ അദ്ലു ഫി ഹാലത്തിൽ ഗളബി വർറിദാ, സന്തോഷമുണ്ടായാലും ദേഷ്യപ്പെട്ടാലും നീതി നടപ്പാക്കണം. സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ്, നല്ല മൂഡിലാണ്, നല്ല മൂഡിലല്ല, പക്ഷേ ചെയ്യുന്നതും പറയുന്നതും നീതിയായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടും. വഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടും. ഒറ്റക്കാണെങ്കിലും ആരും കാണില്ലെന്ന് തോന്നിയാലും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖർ, ദാരിദ്ര്യമുണ്ടെങ്കിലും സമ്പാദ്യമുണ്ടെങ്കിലും മിതമായി നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചാൽ അതുകൊണ്ടും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വിഷയം ഫൽ അദ്ലു ഫി ഹാലത്തിൽ ഗളബി വർറിദാ, ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും നിങ്ങൾ നീതിയോടുകൂടെയാണ് പെരുമാറേണ്ടത്, നീതി നടപ്പാക്കണം. ഫറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വളരെ അത്ഭുതകരമായൊരു വാക്കുണ്ട്. വല്ലാഹി ലൗ അസറത് ബഗ്ലത്തുൻ ഫിൽ ഇറാഖ് ലവജദ്തുനി മസ്ഊലൻ അൻഹാ. മദീനയിൽ ഭരണം നടത്തുന്ന, മദീന ആസ്ഥാനമായി ഭരണം നടത്തുന്ന ഫാറൂഖ് തങ്ങൾ പറയുന്നു, അങ്ങ് ഇറാഖിലെങ്ങാനും ഒരു കോവർ കഴുത ടൈഗ്രീസിൻ്റെ ഓരത്തുകൂടെ ചുമടും കൊണ്ട് നടന്നു പോകുന്ന ഒരു കഴുതയെങ്ങാനും കാലിടറി വീണുപോയാൽ ലവജത്തുനി മസ്ഊലൻ അൻഹാ, നാളെ അല്ലാഹു അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. കാരണം ഇറാഖിൻ്റെ ഖലീഫയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മദീനയിലാണ് ആസ്ഥാനം, പക്ഷേ ഇറാഖ് ഇസ്ലാമിക ഭരണത്തിലാണ്. ഖലീഫയായ എന്നോട് ചോദ്യമുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, ലിമാദായ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഇറാഖിൽ കിടക്കുന്ന കഴുതയെക്കുറിച്ചോ അവിടെ കിടക്കുന്ന കോവർ കഴുതയെക്കുറിച്ചോ നിങ്ങളോട് അല്ലാഹു എന്തിനു ചോദിക്കണം? ഖാല ലിഅന്നനാ മുകല്ലഫൂന ബിഇസ്ലാഹി ത്വരീഖ്, വഴികൾ നന്നാക്കണമെന്ന് ഭരണാധികാരികളുടെ ബാധ്യതയാണ്. ജനങ്ങൾ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴി അത് നന്നാക്കി കൊടുക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ വഴി ശരിയല്ലാത്തത് കൊണ്ടാണ് ഒരു കഴുത അവിടെ കാലിടറി വീഴുന്നതെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞു മഹാനായ ഫാറൂഖ്.